നമസ്കാരം. യുദ്ധം നടക്കുമ്പോൾ പിസയ്ക്ക് എന്തവിടെ കാര്യം? ആ ചോദ്യമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധസമാന സാഹചര്യത്തിൽ ഉയർന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് സമീപമുള്ള പിസ സെന്ററുകളിലെ ഓർഡറുകളിൽ ഉണ്ടായത് വൻ വർധനവാണ്. ഇസ്രായേലും ഇറാനും യുദ്ധം ചെയ്യുമ്പോൾ പെന്റഗണിൽ ഇത്രയധികം പിസ തീറ്റിക്കാർ ഉണ്ടാകാൻ കാരണമെന്ത് എന്നാണ് ചോദ്യമുയരുന്നത്. ചരിത്രപരമായി തന്നെ അതിന് ചില കാരണങ്ങൾ ഉണ്ട് എന്നതാണ് സത്യം. അന്താരാഷ്ട്ര സംഘർഷങ്ങളോ പ്രധാന സൈനിക നടപടികളോ ആസന്നമാകുമ്പോൾ പെന്റഗണിലെ പിസ ഓർഡറുകൾ വർദ്ധിക്കുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. ഈ സമയങ്ങളിൽ പ്രതിരോധ വകുപ്പ് ആസ്ഥാനത്ത് കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം ജോലി ചെയ്യും. ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും യഥാസമയം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് മുൻ സമയങ്ങളേക്കാൾ ഇത്തരം സാഹചര്യങ്ങളിൽ പിസ്സ ഓർഡറുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുന്നത്. പെന്റഗൺ പിസ്സ ഇൻഡെക്സ് അല്ലെങ്കിൽ പിസ്സ മീറ്റർ എന്ന പേരിൽ തന്നെ ഈ സിദ്ധാന്തം അറിയപ്പെടുന്നുണ്ട്. ജൂൺ 12-13 തീയതികളിൽ ഇസ്രായേൽ ഇറാനിലെ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പെന്റഗണിന് സമീപമുള്ള പിസേരിയകളിൽ ഓർഡറുകൾ കുത്തനെ വർധനവിലാണ് രേഖപ്പെടുത്തിയത്. ഈ സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇതിനോടകം തന്നെ. ഇതോടൊപ്പം തന്നെ അമേരിക്കയുടെ അറിവോടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരാനുള്ള ഒരു കാരണം കൂടിയായി ഇത് മാറുന്നുണ്ട്. ജൂൺ 12 വൈകുന്നേരം 6:59 പെന്റഗണിന് സമീപമുള്ള ഡൊമിനോസ്, പാപ്പ ജോൺസ്, എക്സ്ട്രീം പിസ്സ, ഡിസ്ട്രിക്ട് പിസ്സ പാലസ് തുടങ്ങിയ പിസേരിയകളിൽ വൻതോതിലുള്ള തിരക്ക് രേഖപ്പെടുത്തിയതായി പെന്റഗൺ പിസ്സ റിപ്പോർട്ട് എന്ന എക്സ് അക്കൗണ്ട് കണക്ക് നിരത്തി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ജൂൺ 13 രാത്രി 8:48 ഇസ്രായേൽ ഇറാനിലെ ആണവ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേര് നൽകിയ വ്യോമാക്രമണം ആരംഭിച്ചത്. ഈ ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പെന്റഗണിന് സമീപമുള്ള ഡൊമിനോസിൻ്റെ രണ്ടാമത്തെ ശാഖയിൽ സാധാരണ വ്യാഴാഴ്ചകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ തിരക്കും അനുഭവപ്പെട്ടു. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ചരിത്രവും പറയാം. പിസ്സ പ്രതിഭാസം ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് ശീതയുദ്ധകാലത്താണ്. സോവിയറ്റ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വാഷിംഗ്ടൺ DC-യിലെ പെന്റഗൺ, വൈറ്റ് ഹൗസ്, CIA തുടങ്ങിയ പ്രധാന സർക്കാർ കെട്ടിടങ്ങളിലേക്കുള്ള പിസ്സ ഡെലിവറിയുടെ വർധനവായി US സൈനിക നടപടികളുടെ മുന്നറിയിപ്പിൻ്റെ സൂചനയായി വിലയിരുത്തിയിരുന്നു. ഇതിനെ അവർ പിസ്സ ഇൻ്റലിജൻസും അതിനെ ചുരുക്കി പിൽക്കാലത്ത് പിസിൻറ്റ് എന്നും വിളിച്ചു. 1983 ഗ്രനേഡ ആക്രമണത്തിനും 1989 പനാമ ആക്രമണത്തിനും മുൻപ് പെന്റഗണിലേക്കുള്ള പിസ്സ ഓർഡറുകൾ ഇരട്ടിയായിരുന്നതായും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 1990 ഓഗസ്റ്റ് 1 ഇറാഖ് കുവൈറ്റ് ആക്രമിക്കുന്നതിന് തലേന്ന് CIA ഒരു രാത്രിയിൽ മാത്രം അനേകം പിസ്സകൾ ഓർഡർ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. 1991 ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന് മുൻപ് പെന്റഗൺ ഒരു രാത്രി 101 പിസ്സകളും വൈറ്റ് ഹൗസ് 55 പിസ്സകളും ഓർഡർ ചെയ്തതായി ഡൊമിനോസ് ഫ്രാഞ്ചൈസി ഉടമ ഫ്രാങ്ക് മിക്സിനെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ കണക്കുകളെല്ലാം തന്നെ പിസ്സ ഓർഡറുകളും പ്രധാന ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ജനപ്രിയ സംസാര വിഷയവുമാക്കി മാറ്റിയിട്ടുണ്ട്. 1998 പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ ഇംപീച്ച്മെൻറ്റ് വിചാരണ സമയത്തും 2024 ഏപ്രിൽ 13 ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയപ്പോഴും സമാനമായ വർധനവ് ശ്രദ്ധിക്കപ്പെട്ടു. പിസ്സ ഓർഡറുകളിൽ വർധനവ് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പെന്റഗണിന് സമീപമുള്ള ഫ്രെഡീസ് ബീച്ച് ബാർ സാധാരണ തിരക്ക് പോലും അനുഭവപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് പെന്റഗൺ ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങാതെ അധികം സമയം ഓഫീസിൽ തന്നെ ഇരുന്നതിൻ്റെ മറ്റൊരു സൂചനയാണ് ഇത്. പ്രതിസന്ധി സമയങ്ങളിൽ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ 16 മുതൽ 20 മണിക്കൂർ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നാണ് കണക്കുകൾ. ഇത്തരം സമ്മർദ്ദ സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നതും ഉയർന്ന കാലറിയുള്ളതും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതുമായ കംഫർട്ട് ഫുഡ് ആയ പിസ്സയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഈ ഓർഡറുകൾ ഗൂഗിൾ മാപ്സ്, ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ, എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് അതായത് OSINT ഉപയോഗിച്ച് നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എക്സിലെ പെന്റഗൺ പിസ്സ റിപ്പോർട്ട് പോലുള്ള അക്കൗണ്ടുകൾ പെന്റഗണിന് 2 മൈൽ ചുറ്റളവിലുള്ള പിസ്സേരിയകളുടെ തത്സമയ ഓർഡർ ട്രാക്ക് ചെയ്യുകയും സാധാരണയിൽ നിന്നും ഉയർന്ന തോതിലുള്ള ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പിസ്സ സിദ്ധാന്തം എപ്പോഴും ശരിയാകണമെന്നില്ല. പ്രതിസന്ധിയില്ലാത്ത മറ്റ് കാരണങ്ങളാലും ഇത് സംഭവിക്കാമെന്നാണ് ഈ രംഗത്തെ നിരീക്ഷകർ പറയുന്നത്.